കല്ലൊക്കെയാണ്. ഇങ്ങനെ കല്ലൊക്കെ താഴ്ത്തു കണ്ടോ. ഓ മറിയോന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ജിംനി ഉണ്ട്. കുറേ നാളായി ഗൈസ് നമ്മുടെ ജിംനീനെ പുറത്തെടുത്തിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് കൂടെ നമ്മുടെ ജിംനി നമുക്ക് ഇറക്കിക്കൊണ്ട് വരണം. പക്ഷേ ഈ കല്ല് ഭയങ്കര ടാസ്ക്കാണ്, കുറച്ച് സീനാണ്. അതായത് ഈ ഓഫ് റോഡ് എന്തായാലും നമ്മുടെ ജിംനി പോകില്ല. അപ്പോൾ നമ്മുടെ എസ്കാവേറ്റർ കൊണ്ടുവന്നിട്ടിട്ട് എസ്കാവേറ്റർ വെച്ചിട്ട് നമ്മൾ ഈ റോഡൊന്ന് ഇന്ന് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട് ഇന്ന്. അതായത് നോക്കിക്കോ, നമ്മുടെ ഈ എസ്കാവേറ്റർ ഈ കംപ്ലീറ്റ് റോഡ് ജിംനിക്ക് പോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓഫ് റോഡല്ല ഒരു നല്ലൊരു റോഡാക്കും. സോ ഗൈസ്, നമുക്ക് പണി തുടങ്ങാം. നമ്മുടെ എസ്കാവേറ്റർ എല്ലാം ഓണാണ്, അവിടെ സെറ്റാണ്. അപ്പോൾ ഈ കുറച്ച് കല്ലുകളുണ്ടോ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള കല്ലുകളുണ്ട് കേട്ടോ. നമ്മുടെ ജിംനി എങ്ങനെയെങ്കിലും നമ്മുടെ മോളിൽ നിന്ന് താഴത്തോട്ട് ഇറക്കി കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ വെട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. ഗൈസ്, ഈ കാണുന്ന കല്ലെല്ലാം മാറ്റണം കേട്ടോ. നല്ല ടാസ്ക് പിടിച്ച പണിയാണ്. ഇതുണ്ടല്ലോ, നല്ല ആനക്കല്ലുകളാണ് ഗൈസ് ഇവിടെ. കേട്ടോ, നല്ല രീതിയിലുള്ള ചെളിയുണ്ട് കേട്ടോ. അതായത് കണ്ടോ, ചെയിനൊക്കെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ എസ്കാവേറ്റർ നമ്മൾ പതിയെ ചെറുതായിട്ടും ഇങ്ങനെ മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഇത് കണ്ടോ, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. കട്ട് ഓഫ് റോഡാണ്, കട്ട് ഓഫ് റോഡ്. അവിടെ നല്ല രീതിയിൽ സംഭവം സ്റ്റക്കായി. നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമ്മുടെ എസ്കാവേറ്ററിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുണ്ടല്ലോ, നമ്മുടെ എസ്കാവേറ്റർ കംപ്ലീറ്റ് സ്റ്റക്കായിട്ടുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഇവനെ എസ്കേപ്പ് ആക്കണം. ഇതുണ്ടല്ലോ, നമ്മൾ ഉയർത്തിയിരിക്കുന്നു. നമുക്കപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പം അത്യാവശ്യം ഒരു റോഡ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ കല്ലുകളൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റണം. അതുകൊണ്ടല്ലോ, അത്യാവശ്യം നല്ല വണ്ടം കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടി ഇറക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ വഴി വന്നിട്ട് ഇങ്ങനെ ഈ വഴി കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ഒരു റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. നല്ല വലിയ കല്ലൊക്കെ ആട്ടോ. ജിംനിയുടെ ടയറൊന്നും സഹിക്കാൻ പറ്റാത്ത കല്ലൊക്കെയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ആനക്കല്ലൊക്കെയാണ്.
ഗൈസ് നമ്മുടെ ചെയിൻ്റെ ഇടയിൽ ഇത് കണ്ടോ നല്ല മണൽ കയറിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളയാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ കറക്കി കഴിയുമ്പോഴത്തേക്കും ഇടയിലിരിക്കുന്ന കല്ലൊക്കെ താഴ്ത്തു പോകും. കണ്ടോ? നമുക്ക് ഈ ഒരു പാറക്കല്ല് മാറ്റണം. കണ്ടോ? നല്ലൊരു ആനക്കല്ലാണത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വഴി സെറ്റായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ജിംനി ഇറക്കി നോക്കാം. നമ്മുടെ ജിംനി നമ്മളിവിടുന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഇറക്കി നോക്കാം. ഓ, മറിയോന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓ നോക്ക്, നമ്മുടെ ജിംനി വരുന്ന നോക്ക്. വാവ്, മൂട്. അങ്ങനെ നമ്മുടെ എസ്കേവേറ്റർ ഉണ്ടാക്കിയെടുത്ത വഴിയിലൂടെ നമ്മുടെ ജിംനി ആ മലയുടെ മുകളിൽ നിന്ന് എസ്കേപ്പ് ആയി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ്, ഇത്ര ഇങ്ങനെ നല്ലൊരു സ്ലോപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി സമയം നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും. ഇനി നമ്മുടെ കുറച്ച് വേറെ മെഷീൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ റോഡ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അത് വരട്ടെ. കട്ട ചെളിയുണ്ട്. അത് നമ്മുടെ ജിംനിയുടെ ടയറിലും അത്യാവശ്യം. ജിംനിയുടെ ടയർ പിന്നെ വലിയ സീനില്ല, കുറച്ച് ചെളിയ കാര്യങ്ങളുള്ളൂ എന്ന് വിചാരിക്കാം.